ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. റേഷനൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ആട്ടപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പൊക്കെ പൊടിപ്പിച്ച് നമ്മൾ ഒത്തിരി ഗോതമ്പ് പൊടിയൊക്കെ സ്റ്റോർ ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ പ്രാണികൾ വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഫസ്റ്റത്തെ ടിപ്പ്. അപ്പോൾ ഞാനിതാ ഗോതമ്പ് പൊടി ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ നിന്ന് സെൻറ്റർ ഭാഗത്തുള്ള പൊടിയെല്ലാം സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്ന ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെളുത്തുള്ളി വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല വെളുത്തുള്ളി തന്നെ വെക്കാനായിട്ട് നോക്കണം. വെളുത്തുള്ളി നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യാവൂ കേട്ടോ. അതല്ലെങ്കിൽ വെളുത്തുള്ളിയിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമ്മൾ ആ ഗോതമ്പ് പൊടിയും കേടായിട്ട് പോവും. അപ്പോൾ ഞാൻ അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പൊടി വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ലിഡ് നല്ലപോലെ ടൈറ്റ് ആയിരിക്കണം. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് പ്രാണികളൊന്നും വരാതെ ഇത് കീപ്പ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇനി ഗോതമ്പ് പൊടിയൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതല്ലെങ്കിൽ ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ കായപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിലടക്കം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താലും മതി. ഈ രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാൻ ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട്. നമുക്കൊക്കെ അറിയാം, സവാളയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പം ഞാൻ സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കേട് വന്ന തൊലിയെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ അല്പം വിനെഗർ ആക്കി കൊടുത്താൽ മതി. അപ്പം ഞാനൊരു കുഞ്ഞു പാത്രത്തിലേക്ക് കുറച്ച് വിനെഗർ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സവാളയുടെയും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ എടുത്തു വെച്ച വിനെഗറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് തൊലിപ്പുറത്തൊന്നും ആയിക്കഴിഞ്ഞാൽ സവാള കേടുവരാതെ നിലനിൽക്കും കേട്ടോ. മാത്രമല്ല നമുക്ക് എത്ര കിലോ സവാള വേണമെങ്കിലും ഒട്ടും കണ്ണീര് വരാതെ നിമിഷ നേരം കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനി മൂന്നാമത്തെ ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയാറാണ് പതിവ്. ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി യൂസേജ് ഉണ്ട്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് കിച്ചണിൽ നല്ലൊരു ടിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇനി ഈ ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. പിന്നെ ഈ ഒരു ലിഡിൽ പപ്പടക്കോല് വെച്ചിട്ട് ചെറിയ ചെറിയ ഹോളൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനതിൽ ഹോളൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു ബലൂണാണ്. ബലൂൺ മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല, ഇത്രയും ഭാഗം മാത്രം മതി കേട്ടോ. നെക്ക് പോർഷൻ മാത്രം മതി. ബാക്കിയുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഈ ഒരു സൈസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ നേരത്തെ ഹോളൊക്കെ ഇട്ട് വെച്ച ആ ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ബലൂണിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. ചാടി പോരുമൊന്നുമില്ല. ഇനി ബലൂണിൻ്റെ ഈ നെക്ക് പോർഷൻ നമുക്ക് ഇതുപോലെ ടാപ്പിലൊന്ന് ഇട്ട് കൊടുക്കാം. ടാപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതൊന്ന് ഊരി പോരാതിരിക്കാനായിട്ട് ഒറ്റ റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ടാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ നമുക്ക് നല്ലൊരു ഷവർ പോലെ തന്നെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഒത്തിരി വെള്ളം നമുക്ക് പോവുകയില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണിത്. നമ്മൾ സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് ഏത് വശത്തേക്ക് വേണമെങ്കിലും നമുക്കിത് വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇനി ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചില സമയത്ത് നമ്മൾ പഴമൊക്കെ വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത പഴമാണ് കിട്ടാറുള്ളത്. ഇനി അതല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന പഴം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള പോളിത്തീൻ്റെ ഒരു കവറാണ്. ഈ കവർ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പഴമൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ പടലകളായിട്ട് വാങ്ങുന്ന സമയത്ത് അതിനുള്ളിലൂടെ ഈ കവറൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ രണ്ട് വശമായിട്ട് കിട്ടും. ഒരു വശത്ത് കൈ ഉള്ളതുകൊണ്ട് അവിടെ ഹോൾ ഉണ്ടായിരിക്കും, മറുവശത്ത് ഹോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ കൈ വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ തൂക്കിയിടുകയാണെങ്കിൽ 1-2 ദിവസത്തിനായിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യൊന്നും വേണ്ട. മാത്രമല്ല ആ ഒരു തൊലിയുടെ കളറൊന്നും മാറില്ല കേട്ടോ.
ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ എന്നും നമ്മൾ കാണുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള കരിക്കട്ട. നമ്മുടെ ഉമ്മച്ചിമാരും ഉമ്മമാരൊക്കെ ഇതുപോലെ കരിക്കട്ടയും അതുപോലെ വെണ്ണീരൊക്കെ വെച്ചിട്ടാണ് പാത്രമൊക്കെ കഴുകി ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ലിക്വിഡും അല്ലെങ്കിൽ സോപ്പൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് പതഞ്ഞ് കഴുകിയെടുത്താൽ മാത്രമാണ് നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുക. എന്നാൽ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ വെച്ച് നമ്മൾ പാത്രം കഴുകിയിരുന്ന സമയത്ത് നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല പോലെ ക്ലീനും ആയിരുന്നു. ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ബേക്കറിയുടെ ഒരു കവറിനുള്ളിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇടികല്ല് വെച്ചിട്ടോ അല്ലെങ്കിൽ ചുറ്റിക വെച്ചിട്ടോ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചുറ്റിക വെച്ചിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ എത്ര കരി പിടിച്ച പാത്രമായാലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒത്തിരി സ്ട്രെസ് ചെയ്യാതെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ചുറ്റിക വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇനി ഞാനീ പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നല്ല രീതിയിലൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. അത്യാവശ്യം പൊടിഞ്ഞും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊടിഞ്ഞത് കിട്ടാനായിട്ട് ഞാനിതാ ഇതുപോലെ പാത്രം തട്ടി കൊടുക്കുന്ന സമയത്ത് പൊടിയാത്ത വലിയ പീസ് ഉണ്ടെങ്കിൽ ഒരു വശത്തേക്ക് വരും. അതൊന്ന് മാറ്റി കൊടുക്കാം. ഒന്നുകൂടെ ഞാൻ ഈ പാത്രം ഒന്ന് ഇതുപോലെ തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പൊടിയാത്തത് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിഞ്ഞതെടുത്ത ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നാരങ്ങയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. വാടിയതോ അല്ലെങ്കിൽ നമുക്ക് കേട് വന്ന നാരങ്ങയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ നാരങ്ങ കുരുവൊന്നും കളയാതെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 3 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു നാരങ്ങ മാത്രമേ ഫ്രഷ് ആയിട്ടുള്ളതുള്ളൂ. ബാക്കിയുള്ള 2 വാടിയിട്ടുള്ളതാണ്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകാനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴുകാൻ പോകുന്നത് ചെറിയ പാനാണ് കേട്ടോ. കടുക് വറുക്കുന്ന പാനില്ലേ, അതാണ്. ഇത് അത്യാവശ്യം പുതിയതാണ് എങ്കിൽ കൂടിയിട്ട് അതിൻ്റെ ഉൾവശത്തായാലും ബാക്ക് സൈഡിലായാലും നല്ലപോലെ കറയൊക്കെ പിടിച്ച പോലെയുണ്ട് എണ്ണയുടെയൊക്കെ. അപ്പോൾ ഇത് ആണ് ഞാൻ ആദ്യം ക്ലീൻ ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു മിക്സ് ഞാൻ കയ്യിൽ ആക്കിയതിന് ശേഷം ആ ഒരു പാനിൻ്റെ 2 സൈഡിലും നല്ലപോലെ ഒന്ന് തേച്ച് 5 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഓരോ പാത്രം അതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രൈ പാനാണ്. അതിലുകൂടി ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ തള്ളക്കയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലും ചായക്കട നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യാതെ അപ്പോഴേക്കപ്പളെ കൈ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു മാറ്റം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു തവി തേച്ച ഉടനെ തന്നെയാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത്. സ്ക്രബ്ബറോ സോപ്പോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വെറും കൈ വെച്ചിട്ടാണ് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. എന്നാലും എനിക്കിത് അത്യാവശ്യം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ ഒരു മിക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ തേച്ച് വെച്ചിട്ടുള്ള പാത്രങ്ങൾ ഓരോന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഒരു തവണ നമ്മൾ ഇതുപോലെ കരിക്കട്ടയൊക്കെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രം അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് എത്ര കരി പിടിച്ച പാത്രമായാലും ഒത്തിരി സ്ട്രെസ് ചെയ്യാതെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാ പാത്രവും കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് പാത്രം കഴുകി വെച്ചാൽ നമ്മുടെ പാത്രങ്ങൾ എന്നും പുതുപുത്തനായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.